ബോംബെയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ മിക്ക ടെക്നീഷ്യൻസും മലയാളികൾ. അത് എന്തൊരു അത്ഭുതമാണെന്ന് എനിക്കറിയില്ല. അത് നല്ല ടെക്നീഷ്യൻസാണ് പറയുന്നത് കേട്ടോ. ലീഡിങ് ടെക്നീഷ്യൻസ് എല്ലാം മിക്കതും മലയാളികൾ, അല്ലെങ്കിൽ കുറച്ച് മലയാളം, തമിഴ്. അതാണ് നേരത്തെ ചോദിച്ചത്. നമ്മൾ ഈ ലിമിറ്റേഷൻസിനകത്ത് നിന്ന് മാക്സിമം ഔട്ട്പുട്ട് കൊടുക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടായിരിക്കും നമുക്ക് നമ്മളുടെ ടെക്നീഷ്യൻസ് കുറച്ചും കൂടെ അവരെക്കാട്ടിലൊക്കെ ബെറ്റർ ആയിട്ട്. തീർച്ചയായും അത് നമ്മൾ ഇവിടുന്ന് അവിടെ പോയിട്ട് വർക്ക്, പിന്നെ ഇവിടെ വളരെ റിസോഴ്സ് വളരെ കുറവാണ്. അവരുണ്ടാക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ മാജിക്കാണ്. ഇപ്പം ഞാൻ ചെറിയ ഉദാഹരണം പറയാം. ഷൈജു ഖാലിദ് പോലുള്ള ഒരു സിനിമാറ്റോഗ്രാഫർക്ക് കിട്ടുന്ന എക്യുപ്മെൻറ്റുകളും എന്താണ് ഇൻഫ്രാസ്ട്രക്ചറുകൾ അയാളുടെ ഒരു ഷൂട്ടിന്, അതിപ്പം ബോംബെയിലെ ഒരു ഇയാളുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഷൈജുവിന് കിട്ടുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നൊരു എത്രയോ ഇരട്ടി. ഇപ്പോൾ ഒരു ജനറേറ്റർ വണ്ടിയാണ് ഷൈജുവിന് വീഴുന്നതെങ്കിൽ അവിടെ 4-5 ജനറേറ്റർ വണ്ടി ഉണ്ടാവും. ഒരു ട്രക്ക് ലൈറ്റാണ് ഷൈജുവിന് വീഴുന്നതെങ്കിൽ അവിടെ 5-6 ട്രക്ക് ലൈറ്റ് ഉണ്ടാവും. അത്രയും ലൈറ്റ് ബോയ്സ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ അവിടെ ഉണ്ടാകുന്ന ഏതൊരു ക്യാമറമാൻ്റെ വർക്കിനേക്കാളും ഷൈജു ഇത്ര പോലെ സാധനം കൊണ്ട് ഇൻ്റർനാഷണൽ വർക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്. ഇനി നിങ്ങൾ ആലോചിക്കുക, ആ സാധനം ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക? എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും മാറും. ഞാനിപ്പോൾ ഒരു ഷൈജു എന്നുള്ള അറിയുന്ന ഒരു ക്യാമറമാനായിട്ട് സുഹൃത്തായതുകൊണ്ട് എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ബാക്കി എല്ലാം മാറും. സിനിമകളടക്കം മാറും, ഓഡിയൻസ് അടക്കം മാറും. നമ്മൾ പേടിച്ചിട്ട് വേണം ഇപ്പം എന്ത് വേണമെങ്കിലും ചെയ്യാൻ. എൻ്റെ ഒരു ഇതാണ് സംശയമാണ്. ഇപ്പം ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ വേറൊരു ഭാഷയിലാണ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ റോബോട്ടിനെ VFX വൈസോ അല്ലെങ്കിൽ മോട്ടോർ ഓപ്പറേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള സാധ്യത നമ്മളുടെ ഇവിടുത്തെ ലിമിറ്റേഷൻസ് കാരണം. പക്ഷെ എക്സിക്യൂട്ട് ചെയ്ത് വന്നപ്പോൾ അത് ഭയങ്കര മിനിമലാണെന്നും ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. ഒരാളാണ് വേറെ ലാംഗ്വേജിലാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് അതിനുള്ള റിസോഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ സാധ്യത ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്യാൻ സാധ്യത നമ്മുടെ ലാംഗ്വേജിന് തന്നെ ഞാൻ ട്രൈ ചെയ്തായിരുന്നു. ഞാൻ ഹോങ്കോങ്ങിലൊക്കെ കുറച്ച് VFX ഏറ്റവും ചീപ്പായിട്ട് ചെയ്യുന്ന VFX ചെയ്യുന്ന ആൾക്കാരെ വിളിച്ചായിരുന്നു. ഏകദേശം 35 കോടിയോളമാണ് എനിക്ക് ആ റോബോട്ടിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റിഗ് ചെയ്യാൻ. VFXൽ ഉണ്ടാക്കാൻ. ഇനി അതിന് റിഗ് ചെയ്യാൻ വേറെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ രജനീകാന്തിൻ്റെ കൂടെ എങ്ങനെ ഒരു പടം നോക്കിക്കോളാം, ഇപ്രാവശ്യം റോബോട്ടിനെ ഒഴിവാക്കാം എന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ വേറെ വഴിയില്ല നമുക്ക്. നോക്കി അപ്പോൾ നമുക്ക് അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിനെ റിയലായിട്ട് ഉണ്ടാക്കാൻ നോക്കിയത്. പക്ഷേ എനിക്ക് തോന്നുന്നു VFX ഉണ്ടാക്കിയതിനേക്കാൾ നല്ല തീരുമാനമായത്. അത് എന്താ പറയുക, ഓർഗാനിക്കായി തോന്നി ആൾക്കാർക്ക്. പക്ഷേ ആൾക്കാർ കൺഫ്യൂഷനായിരുന്നു. VFX ആണോ റിയൽ ആണോ എന്താണെന്ന് ഒന്നും അറിയത്തില്ല. റിയൽ റോബോട്ടാണോ ഒന്നും മനസ്സിലാവാത്ത രീതിയിലാണ് നിന്നിരുന്നത്. അപ്പോൾ അത് പഠനത്തെ കുറേ ഹെൽപ്പ് ചെയ്തു. ചിലപ്പോൾ അത് ഹിന്ദിയിലൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവരൊരു കുറച്ച് പൈസയൊക്കെ സംഘടിപ്പിച്ചൊരു VFX ഒക്കെ സെറ്റാക്കി തന്ന് അതൊരു തീരുമാനമായേനെ. അത് ആൻഡ്രോയിഡ് റിവീൽ ചെയ്യുന്നവരെല്ലാവരും വിശ്വസിച്ചിരുന്നത് വേറെന്തോ ആണെന്ന്. അതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും പോയില്ല ആൾക്കാർ. ആലോചിക്കാൻ പോയില്ല. അതാണ് അതിൻ്റെ അത്ഭുതം. പറഞ്ഞപ്പോഴാണ് അതിനകത്ത് സൂരജാണ് അറിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും അതിൻ്റെ ഒരു ഇത് കിട്ടിയത്. മുംബൈയിലെ ആർട്ട് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കേരളത്തിൽ മലയാള സിനിമ ചെയ്യുന്നു. അപ്പോൾ രണ്ട് ഇൻഡസ്ട്രിയിലും വർക്ക് ചെയ്യുന്നതിൽ കണ്ടെത്തിയിട്ടുള്ള ഡിഫറൻസ് എന്താണ്? പൈസയാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. എല്ലാത്തിനും ബാധിക്കുന്ന അതാ. ബോംബെയിലാണെങ്കിൽ ഭയങ്കര പ്രൊഫഷണലാണ് എല്ലാവരും. ഭയങ്കര സുഖമാണ് വർക്ക് ചെയ്യാൻ. ചെറിയ ഉദാഹരണം കുറച്ചുകൂടെ ലൈറ്റായിട്ട് പറയുകയാണെങ്കിൽ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഞാനിവിടെ ഇപ്പോൾ വർക്ക് ചെയ്ത് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു അസിസ്റ്റൻ്റ് ആർട്ട് ഡയറക്ടറാണ് തറ തുടക്കേണ്ടതും ചുമര് പെയിൻ്റ് അടിക്കേണ്ടതും ഫ്ലോറ് എല്ലാ പരിപാടികളും അസിസ്റ്റൻ്റ് ആർട്ട് ഡയറക്ടറാണ് ചെയ്യേണ്ടത്. അസിസ്റ്റൻ്റ് ആർട്ട് ഡയറക്ടർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, അവരാണ് ചെയ്യേണ്ടത്. പക്ഷേ ബോംബെയിൽ എത്തുമ്പോൾ അത് അങ്ങനെയല്ല. അവിടെ ഇപ്പോൾ ഇവിടെ തറ തുറക്കുന്ന ആൾക്കാരിൽ ആർട്ടിസ്റ്റ് ഉണ്ടാവും, പലതരത്തിലുള്ള കഴിവുള്ള ആൾക്കാരുണ്ടാവും. പക്ഷേ ആ സമയത്ത് ആ ഫ്രെയിമിന് ക്ലീൻ ആയിട്ടുള്ളൊരു ഫ്ലോർ വേണമെങ്കിൽ അത് അയാളുടെ ഉത്തരവാദിത്വം, ആർട്ടിൻ്റെ ഉത്തരവാദിത്വമാണ് അത് ക്ലീൻ ചെയ്ത്. അതൊരു ആർട്ട് വർക്കാണല്ലോ അല്ലേ. പെയിൻറ്റിങ് ചെയ്യുന്ന പോലെ ആണ് ഫ്ലോർ ക്ലീൻ ചെയ്യുന്നത്, വൈപ്പ് ചെയ്യുന്നത്. പക്ഷെ അവിടെ അതിന് വേറെ ആൾക്കാരുണ്ട്. അതിനൊരു ക്വാളിഫൈഡ് ആൾക്കാർ, മീൻസ് ഗ്രേഡ് താഴെയുള്ള ആൾക്കാരെ അവർ വിളിച്ച് ഒരു 4 പേര് ക്ലീനിങ് എന്ന് പറഞ്ഞ് മാത്രം ഉണ്ടാവും. അപ്പോൾ അത് അവിടെ കുറേ കൂടി പ്രൊഫഷണലാണ് ആൾക്കാർ. ജോലി ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ആൾക്കാരെല്ലാം തിരിച്ചു വെച്ചിട്ടുണ്ടാവും. ഇവിടെ എല്ലാം ഒരു കവറിനകത്തിട്ട് കുലിക്കുക പോലെ എല്ലാം അങ്ങനെ ചെയ്യണം. അവിടെ എല്ലാം ഡിപ്പാർട്ട്മെൻറ്റുകൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗുണങ്ങളുണ്ടാവും. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാറും. വേറെ ആരും ഇവിടെ നമ്മളെല്ലാവരും കൂടി അങ്ങ് ഒരു കളക്റ്റീവ് സിനിമ പോലെ ഇവിടെ നിൽക്കുന്നത്. അവിടെ അങ്ങനെയല്ല. അവിടെ കുറേ കൂടെ പ്രൊഫഷണലാണ്. പ്രൊഫഷണൽ ആൾക്കാർ പ്രൊഫഷണലാണ്. പക്ഷെ അവരുടെ കഴിവൊക്കെ കുറച്ച് മലയാളികളുമായിട്ട് കൂട്ടുവാണെങ്കിൽ താഴെയാണ്. പറഞ്ഞ മനസ്സിലായത്. ബോംബെ എന്നുള്ളൊരു ബേസ് ഇതിൽ കോർപ്പറേറ്റ് സ്വഭാവങ്ങളിലൊക്കെ വർക്ക് ചെയ്ത് വന്നിട്ടുള്ള അവരുടെ ഒരു പ്രൊഫഷണലിസം ഇല്ലേ, അതിൽ വർക്ക് ചെയ്യാൻ സുഖമാണ്. പക്ഷെ നമുക്ക് ക്രിയേറ്റീവായിട്ട് ആ ഒരു സ്ട്രക്ചർ ഇവിടെ ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് ടെക്നീഷ്യൻസും ബെസ്റ്റ് വർക്കിംഗ് പ്ലേസും കേരളമായിരിക്കും.
അത് ഒരു പക്ഷേ നമ്മൾ ലിമിറ്റേഷൻസിൽ നിന്ന് വർക്ക് ചെയ്യുന്ന നമ്മൾ സാമ്പത്തിക പ്രശ്നം തന്നെയാണ്. നമ്മുടെ ഇൻഡസ്ട്രി ചെറുത്. ഞാൻ പറഞ്ഞു ഇപ്പോൾ കോടി ക്ലബ്ബ് ആയി ഇപ്പം മലയാള സിനിമ. പക്ഷേ ഇതിന് മുന്നേ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രി ചെറുതല്ലേ. നമ്മുടെ ഒരു പാവക്ക സൈസിലെ സ്റ്റേറ്റിൽ എത്രത്തോളം പൈസ കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല പേടിയുള്ളൊരു ഇൻഡസ്ട്രി ആയിരുന്നു നമ്മൾ. അപ്പോൾ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. 4 കോടി പടം ഇവിടെ ഉണ്ടെങ്കിൽ അത് നേരെ ബോംബെയിൽ എത്തുമ്പോൾ 40 കോടി പടമാണ്. 10 ഇരട്ടി എക്സ്പെൻസ് അവിടെ നടക്കുന്നത്. അപ്പോൾ 10 ഇരട്ടി വർക്ക് ഫ്ലോ കുറവ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. വർക്കിൻ്റെ ഗുണം 10 മടങ്ങ് കുറവാണ് നമുക്ക് കിട്ടേണ്ടതിനേക്കാൾ. അത്ര അത് പ്രധാനമായ പ്രശ്നം പൈസ തന്നെയാണ്. പൈസ ഉണ്ടെങ്കിൽ എല്ലാവരും സമയത്ത് വരും, എല്ലാവരും കൂടുതലായി പണിയെടുക്കും, എല്ലാവരും കറക്റ്റായിട്ട് ബ്രേക്ക് കൊടുക്കാൻ പറ്റും. ഇതൊന്നും നടക്കുന്നില്ലല്ലോ. ഇതൊന്നും നടക്കാത്തപ്പോൾ ഇതെല്ലാം ഒരു എന്താ പറയുക, ദുബായി പോയി ബിൽഡിംഗ് ഉണ്ടാക്കുന്ന പോലൊരു പരിപാടി. കഴിഞ്ഞ ഷെഡിൽ വന്ന് കിടക്കുന്നു, രാവിലെ പണിക്കും. മലയാള സിനിമയുടെ ഒരു നല്ല കാലഘട്ടമാണ് ഇപ്പോൾ. അച്ഛതി കുറേ ഒരുമാതിരി എല്ലാ സിനിമകളും വലിയ വിജയങ്ങളാവുന്ന ഒരു കാലഘട്ടമാണ്. കഴിഞ്ഞ വർഷം ഒന്നും അങ്ങനെയായിരുന്നില്ല. നമ്മൾ ഫ്ലോപ്പുകളുടെ കണക്കെടുക്കുന്ന ഒരു പീരീഡുമായിരുന്നു. ഇനി ഇതിങ്ങനെ ഒരു ഈ ഒരു ചേഞ്ചിന്റെ റീസൺ എന്തായിരിക്കും എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഈ ഒരു വിജയങ്ങളുടെ രഹസ്യം എന്തായിരിക്കാം? നല്ല സിനിമകൾ എന്നുള്ളത് തന്നെയാണ്. നല്ല സിനിമകൾ എന്നുള്ളത് തന്നെയാണ്, ഒരു സംശയമില്ല അതിനകത്ത്. പിന്നെ എനിക്ക് തോന്നുന്നു എവിടെയോ ഒരു കണ്ടെയ്നർ നോട്ട് കിട്ടും മറിഞ്ഞിട്ടുണ്ട് മലയാളികൾക്ക്. അവർ ദിവസം പോയി സിനിമ കാണുന്നുണ്ട്. വളരെ നല്ലതാണ്. കൊറോണയ്ക്ക് ശേഷം മറിഞ്ഞ ഒരു കണ്ടെയ്നറാണത്. അതങ്ങനെ തീരാതിരിക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന. ഞാൻ എന്താണ് ആർക്കറിയാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഗർ എന്ന് പറഞ്ഞ ചാക്കോച്ചൻ്റെ ഒരു പടം അതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനറാണ്. അപ്പോൾ ഇതൊരു നല്ല ഇൻട്രസ്റ്റിംഗ് ആയ ജോലിയാണ്. എനിക്ക് വളരെയധികം താല്പര്യമുള്ളൊരു ജോലിയാണ്. അതിപ്പം പുതിയൊരെന്നല്ല, ഏതെങ്കിലും സുഹൃത്ത് സംവിധായകർ ആരെങ്കിലും വിളിച്ച് പടം പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ വളരെ താല്പര്യത്തോടെ. പ്രഷർ ഓഫല്ല, നല്ല പ്രഷറുണ്ട്. പ്രഷർ മറ്റേ ഒബ്വിയസ്ലി സംവിധായകനായിട്ട് നോക്കുമ്പോൾ പ്രഷർ വളരെ കുറവല്ലേ. ഒരു സംവിധായകന് താഴെ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ലേ അത്. ഇയാളുടെ അടക്കം പ്രഷർ അയാളുടെ മേലെയല്ലേ. അപ്പോൾ പക്ഷേ ആ പണിക്കൊരു ഒരു പ്രഷറുണ്ട്. പക്ഷെ അത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പ്രഷറാണ്, സുഖമാണ്. അപ്പോൾ സുഹൃത്ത് സംവിധായകരൊക്കെ വിളിച്ചാൽ ഉറപ്പായിട്ടും പോയിട്ട് ചെയ്യാൻ താല്പര്യമുള്ളതാണ്. കാരണം പല സംവിധായകരും നല്ല പ്രൊഡക്ഷൻ ഡിസൈനറെ കിട്ടാത്തതുകൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഞാൻ ആർക്കറിയാമൊക്കെ കണ്ടപ്പോൾ ഒരു കോട്ടയം പോലൊരു പ്രദേശത്ത് നടക്കുന്ന ഒരു മിനിമൽ ഒരു വീടിനകത്ത് മാത്രം നടക്കുന്ന, അപ്പോൾ ആ ലിവ്ഡ് ഇൻ ഹൗസ് അതിന്റെ ആ ഒരു പ്രോപ്ഷൻ കാര്യങ്ങളൊക്കെ, യു നോട്ട് ഫ്രം കോട്ടയം, അത് അതിന്റെ ഒരു റിസർച്ച് കാര്യങ്ങളൊക്കെ, പിന്നെ ഓൾസോ ടു ഷോട്ട് ഡ്യൂറിങ് കോവിഡ്. അപ്പോൾ അത് മിനിമലായിട്ട് അതിന്റെ അകത്തു നിന്ന് ചെയ്യണം. അപ്പോൾ അതിന്റെ ഒരു കോട്ടയം ഒന്ന് എനിക്ക് പ്രൊഡക്ഷൻ ഡിസൈനറായിട്ട് നിൽക്കുമ്പോൾ എൻ്റെ കൂടെ ഒരു ആർട്ട് ഡയറക്ടർ ഉണ്ട്. കോട്ടയം നമ്മൾ പല വീടുകളും ഈ ലൊക്കേഷനിൽ പോകുമ്പം പോയി കണ്ടിട്ടുണ്ടായിരുന്നു. ലൊക്കേഷൻ ഏതാ വേണ്ടതെന്ന് ഫിക്സ് ചെയ്യുന്നതിന് മുന്നേ. അപ്പോൾ പല വീടുകൾ പോയി കാണുമ്പോൾ തന്നെ ഏകദേശം അവിടെ ഒരു വീടിനകത്താണല്ലോ. അപ്പോൾ ഏകദേശം അതിനകത്തുള്ള ഒരു കൾച്ചർ ഇതൊക്കെ നമുക്ക് മനസ്സിലായിരുന്നു. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനകത്ത് സിനിമയ്ക്ക് അനുകൂലമായ, സിനിമയെ കുറച്ച് പൊക്കുന്ന തരത്തിലുള്ള നിറങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത്. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന നിറങ്ങൾ നമ്മൾ കോട്ടയം ഇതിൽ ഉപയോഗിക്കുന്ന നിറങ്ങളല്ല. അതൊരു സിനിമയുടെ എന്താ പറയുക എസ്തെറ്റിക്സിന് വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ ട്യൂൺ ചെയ്തിട്ടുണ്ട്. അവിടെ ആ കളറുകൾ ഇവിടെ അങ്ങനെ കാണാറില്ല. അത് നമ്മുടെ ഒരു സ്വാതന്ത്ര്യമാണ്. അപ്പോൾ ആ ഏരിയയിൽ പോയി കുറച്ച് വീടുകൾ കാണുമ്പോൾ തന്നെ അവരുടെ കൾച്ചർ മനസ്സിലാവും. പിന്നെ ആർക്കറിയാവുന്ന സിനിമക്കകത്ത് അത്ര ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഒരു വീട് ഇപ്പോൾ ബദായിഹോ എന്നുള്ളൊരു സിനിമ ഞാൻ ചെയ്യുമ്പോൾ അതിനകത്ത് ഡൽഹി വീടാണ്. ഞാൻ ഡൽഹിയിലൊന്നും താമസിച്ചിട്ടോ പോയിട്ടോ ഇല്ല. ഇതേപോലെ നമ്മൾ വീട്ടിൽ അവിടെ ഡൽഹി പോയി വീട് മനസ്സിലാക്കി. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ കാലത്ത് ഒരു ഒറ്റ ഗൂഗിൾ കൊണ്ട് നമുക്ക് മൊത്തം കോട്ടയം ആയാലും ശരി ഡൽഹി ആയാലും ശരി ഗൂഗിളിൽ കോട്ടയം എന്ന് അടിച്ചാൽ മൊത്തം എന്താണ് ഉണ്ടാക്കേണ്ടത് നമുക്ക് അറിയാൻ പറ്റും. ഒരാളുടെ സഹായം പോലും വേണ്ട. ഇപ്പം മിഡ് ജേണി വന്നിട്ടുണ്ട്. കോട്ടയത്തെ വീടെന്ന് പറഞ്ഞാൽ അവർ ഉണ്ടാക്കി തന്നെ തരും. പണിയൊക്കെ പകുതിയായിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കുറേ മോഡേൺ ഇതിനെ ഉപയോഗിക്കും പ്രൊഡക്ഷൻ ഡിസൈൻ എന്ന് പറയുമ്പോൾ. മോഡേൺ ആയിട്ടുള്ള എല്ലാ മുമ്പത്തെ കാലത്തൊക്കെ എങ്ങനെ ചെയ്തിരുന്നു നമ്മളിത് ആലോചിക്കാറുണ്ട്. ഇത് കണ്ടിട്ട് പോലുമില്ല, കേട്ടിട്ട് പോലുമില്ല. ഒരു മാഗസിൻ വരണമെങ്കിൽ ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ പോലൊരു മാഗസിൻ വല്ലപ്പോഴും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ എന്താണ് അവിടുത്തെ ആർക്കിടെക്ചർ മനസ്സിലാക്കണമെങ്കിൽ ആ ബുക്കുകൾ കാണാൻ നോക്കി. പക്ഷെ അതൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന സാധനമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആർട്ട് ഡയറക്ടർക്ക് എങ്ങനെ പുറത്തെ ഒരു സാധനം ഉണ്ടാക്കണമെങ്കിൽ എങ്ങനെയാണ് അവരൊക്കെ വർക്ക് ചെയ്തിരുന്നത് ഭയങ്കര അത്ഭുതം തോന്നി. ഇന്ന് നമുക്ക് ഫിംഗർ ടിപ്പിലാണ് എല്ലാ സാധനങ്ങളും. സിനിമകളിലെല്ലാം ഈ ഒരു മലബാറാണ് തെറി. എല്ലാവരും ഒരു സ്വന്തം കംഫർട്ട് സോൺ അതായത് കൊണ്ടാണോ?
അത് പലപ്പോഴും അവിടെ സംഭവിക്കുന്നതാണ്. ഒന്നും അങ്ങനെ ഇത് ഇത് അങ്ങനെ സംഭവിക്കുന്നു പറഞ്ഞാൽ ഇതിപ്പോൾ സ്ക്രിപ്റ്റ് എഴുതുമ്പം നമ്മൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ സ്ക്രിപ്റ്റ് എഴുതുക എന്നുള്ളതാണല്ലോ അതിൽ ഏറ്റവും എളുപ്പം. അതായത് ഇപ്പം ഒരു ഓഫീസിൽ നടക്കുന്ന കഥയാണ് എനിക്ക് എഴുതുകയാണെങ്കിൽ ഞാൻ ഏറ്റവും ആദ്യം എഴുതുക എനിക്ക് അറിയുന്ന ഒരു ഓഫീസാണല്ലോ പ്ലേസ് ചെയ്യുക. ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഓഫീസിൽ വന്നിട്ടുണ്ട്, ഇതിൻ്റെ ജോഗ്രഫി എനിക്ക് മനസ്സിലായി. ഇപ്പോൾ ഒരു പത്ര ഓഫീസിൻ്റെ അകത്ത് നടക്കുന്ന കഥയാണെങ്കിൽ ഞാനിപ്പോൾ പ്ലേസ് ചെയ്യുക ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഈ ഓഫീസാണ് പ്ലേസ് ചെയ്യുക, എനിക്കറിയുന്ന ഒരു ജോഗ്രഫി എന്ന നിലയിൽ. അപ്പോൾ ഞാനെപ്പോഴും കഥ എഴുതുമ്പോൾ ഇപ്പോൾ ഒരു നാട്ടിൽ നടക്കുന്ന കഥയാണെങ്കിൽ എൻ്റെ മൈൻഡിൽ ആദ്യം വരിക നമ്മുടെ നാടാണ്. എനിക്കതൊരു ജോഗ്രഫി അറിയാം. ഇവിടുന്ന് എത്ര ദൂരം നടന്നാൽ അടുത്ത വീടെത്തും, അവിടുന്ന് എത്ര ദൂരം പോയാൽ ക്ഷേത്രമായി അല്ലെങ്കിൽ ഗ്രൗണ്ടായി. അപ്പോൾ എനിക്ക് കഥ നടക്കുന്ന പ്രിമേസ് കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ അവിടെ കഥ പ്ലേസ് ചെയ്യുന്നു, എഴുതുന്നു. ഇനി ഇതിന് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. എഴുതി കഴിഞ്ഞാൽ എഴുതുന്നത് എന്താ, റോഡിലൂടെ നടക്കുന്നു. അത് പയ്യന്നൂരിലെ റോഡിലൂടെ നടക്കുന്നു എഴുതുന്നില്ല അതിനകത്ത്. റോഡിലൂടെ അമ്പലത്തിലൂടെ പോകുന്നു. അത് റോഡും അമ്പലവും ഒന്നിച്ചില്ല, എവിടെ നമുക്ക് ഷൂട്ട് ചെയ്യാം. ആൻഡ്രോയിഡ് കുഞ്ഞപ്പിൽ നമുക്കത് നിർഭാഗ്യവശാൽ കിട്ടിയില്ല, അല്ലെങ്കിൽ ഭാഗ്യവശാൽ വേറെ എവിടെയും കിട്ടിയില്ല. തൊടുപുഴയൊക്കെ നോക്കി കുറേ കിട്ടിയില്ല. അവസാനം എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഷൂട്ട് ചെയ്തു. പിന്നെ എന്നാത്താം കേസ് കൂടെ നമ്മൾ മലബാർ ടെറൻ യൂസ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ചീമേനിയുടെ ഭംഗി, പാറയും കടലും എല്ലാം അടുത്തടുത്തുള്ളൊരു സ്ഥലം. കേരളം വളരെ ചെറുതായി പോകുന്നൊരു സ്ഥലമല്ലേ. അപ്പോൾ ഒരു സ്ഥലത്ത് മലയും ഒരു സ്ഥലത്ത് സമുദ്രമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ജോഗ്രഫി ഭയങ്കര ഭംഗിയായിരുന്നു. അത് യൂസ് ചെയ്യണമെന്നുള്ളതുകൊണ്ട് അവിടെ കാസ്റ്റ് ചെയ്തത്. പിന്നെ ഇത് അതിൻ്റെ തന്നെ സ്പിൻ ഓഫ് ആയതുകൊണ്ട് പിന്നെ മാക്സിമം അവിടെ തന്നെ പിടിക്കാമെന്ന് വിചാരിച്ചു. മദനോത്സവം ഒരു ബോർഡർ വേണമായിരുന്നു, കേരളത്തിൽ നിന്ന് കടന്ന് പോകാനുള്ളൊരു ബോർഡർ വേണമായിരുന്നു. അതുകൊണ്ടാണ് മദനോത്സവം കാസർഗോഡിൻ്റെ ആ ഏരിയയിലോട്ട് പ്ലേസ് ചെയ്ത്. സുധീഷിൻ്റെ ആഗ്രഹമായിരുന്നു. അപ്പോൾ അവിടുന്ന് അതാണ് കടത്തിക്കൊണ്ടുപോകാനുള്ളൊരു എളുപ്പ സ്ഥലം. അങ്ങനെ യാദൃശ്യമായിട്ട് വരുന്നതാണ്. ഇപ്പം എന്താ പറയുക, ചാക്കോച്ചൻ്റെ അടുത്ത പടവും വയനാടാണ്. കുറച്ച് മാറിയിട്ടുണ്ട്, കുറച്ച് ബസ് പിടിച്ച് താഴോട്ട് വന്നിട്ടുണ്ട് സാറ്. അപ്പം പിന്നെ അടുത്തതിൽ കൊച്ചിക്ക് എത്തുന്ന വിചാരിക്കും. കോൺസെപ്റ്റ് ഓഫ് ലവ് എന്താണ്? ഈ ഓരോ സിനിമകളിലും ഓരോ തരത്തിൽ ഡെപിക്ട് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പം ഇന്നത്തെ കേസിനകത്ത് കുഞ്ചാക്കോവൻ കണ്ടുപിടിക്കുന്ന ഒരാള്, കുഞ്ചാക്കോവനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരാള്, അതേപോലെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിലാണെങ്കിൽ ജാപ്പനീസ് ആയിട്ട്. അപ്പൊ അങ്ങനെയുള്ള അതിനൊരു കൾച്ചറൽ ട്രഡീഷണൽ രീതിയിൽ നിന്ന് മാറിയിട്ടാണോ? ട്രഡീഷണൽ നമുക്ക് എൻ്റെയൊക്കെ പല സുഹൃത്തുക്കളുമുണ്ട്. പലരും പല സ്ഥലങ്ങളിൽ പോയിട്ട് വിവാഹം കഴിച്ചവർ, അവിടെയൊക്കെ സെറ്റിലായവർ, പല തരത്തിലുള്ള ആൾക്കാരെ. അതായത് ഇപ്പം മുമ്പൊക്കെ പറയാറില്ല നമ്മൾ സെയിം കാസ്റ്റിനെ കല്യാണം കഴിക്കുന്നു, അതൊക്കെ മാറി കുറേ പലതരത്തിലുള്ള വിവാഹം എന്ന് പറയുന്നത് ഇപ്പം ഒരൊറ്റ ജാതിയോ അല്ലെങ്കിൽ ഒരു മതോ ജോലി അങ്ങനെ ഇതൊന്നും നോക്കാതെയാണല്ലോ വിവാഹങ്ങളൊക്കെ നടക്കുന്നത്, പ്രേമങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ സിനിമയിലും അങ്ങനെ തന്നെ ഇന്ന ആളെ തന്നെ വേണം എന്നില്ല. അതായത് ഇപ്പം ഒരു ചൈനയിൽ വന്ന് മലയാളിയെ കണ്ടാൽ ഇഷ്ടപ്പെടുന്നതിന് എന്താ കുഴപ്പം എന്നുള്ള ഒരു തോട്ടിൽ മാത്രമാണ്. അതേപോലെ എന്നാത്താം കേസുകളിൽ വീട്ടിൽ വന്ന കള്ളനോട് എന്താണ് അയാൾക്ക് ദേഷ്യം തോന്നേണ്ട കാര്യമൊന്നുമില്ല. അയാൾ കള്ളനാണെന്ന് അറിഞ്ഞില്ല, പക്ഷെ വീട്ടിൽ സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അവരിഷ്ടത്തിലായി. അതൊക്കെ നമ്മുടെ റിയൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഒരാൾ വീട്ടിൽ വരുന്നു, അവരുമായിട്ട് ഇഷ്ടത്തിലാവുന്നു, അവർ ആ വീട്ടിലെ താമസക്കാരനാവുന്നു. ഇതൊക്കെ കേരളത്തിൽ പല കാലഘട്ടങ്ങളിൽ നടക്കുന്നതാണ്. അന്യ നാട്ടിലുള്ള പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്നു, അതൊക്കെ നടക്കും. അത് ആൻഡ്രോയിഡ് കുഞ്ഞപ്പിൽ നടക്കുന്ന പോലെ അതൊരു എനിക്ക് തോന്നുന്നു ചുറ്റുവട്ടത്ത് നടക്കുന്നതാണ്, അല്ലാതെ മനഃപൂർവ്വം ഒന്നും അങ്ങനെ കയറ്റിക്കൊണ്ടുവരുന്നതല്ല. നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ സാധനങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് അതെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അത് ഫോഴ്സ് ചെയ്യുന്നതുമല്ല കേട്ടോ. അത് അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അത് എഴുതാറുള്ളൂ. അതാരെങ്കിലും പറയുന്നത് അങ്ങനെയൊക്കെ ആരെങ്കിലും കല്യാണം കഴിക്കുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മളത് മാറ്റും. പക്ഷേ വീടിൻ്റെ അപ്പുറം എവിടെയെങ്കിലും ഒരുത്തൻ കല്യാണം കഴിച്ച് നിൽക്കുന്നുണ്ടാവും, ഉദാഹരണം പറഞ്ഞു കൊടുക്കാൻ. പക്ഷേ അപ്പോൾ അവന് മിണ്ടാൻ പറ്റത്തില്ല, അത്രേ ഉള്ളൂ.